ബോധപൂർവം ചില കാര്യങ്ങൾ മറച്ചു വെക്കുകയും കേരളത്തിലെ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താൻ എല്ലാ അവസരവും ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതികൾക്ക് മാറ്റം ഉണ്ടാകണം എന്നാണ് സർക്കാരിൻ്റെ അഭിപ്രായം. കാലാവസ്ഥാ മുന്നറിയിപ്പിൻ്റെ വിപുലീകരണം ഇപ്പോൾ ഒരു ഗൗരവപ്പെട്ട പ്രശ്നമായി അവിടെ വരികയാണ്. 5 സൈറൻ കൂടി സ്ഥാപിക്കാൻ, 100 കാലാവസ്ഥ നിരീക്ഷണ സംവിധാനങ്ങൾ സ്ഥാപിക്കാനുള്ള പദ്ധതി സർക്കാരിൻ്റെ പരിഗണനയിലാണ്. ഏറ്റവും പെട്ടെന്ന് അതുകൂടി അവിടെ സ്ഥാപിക്കും. ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സവിശേഷ ദുരിതാശ്വാസ കേന്ദ്രം കോട്ടത്തറ പഞ്ചായത്തിൽ ഈ മാസം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. ഹ്യൂമൻ വേൾഡ് ഫോർ അനിമൽസ് എന്ന സന്നദ്ധ സംഘടനയുമായി ചേർന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഈ കേന്ദ്രം സ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഞങ്ങളോട് ഇങ്ങനെ ക്രൂരമായിട്ടുള്ള ഒരു നടപടിക്രമം നടത്തുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ഇത്ര ആലോചിച്ചിട്ട് മനസ്സിലായിട്ടില്ല. സർക്കാരിനൊരു പേടിയില്ല. എന്തെല്ലാം അപവാദങ്ങളും തെറ്റായ പ്രചരണങ്ങളും ഈ പ്രവർത്തന കാലയളവിനിടയിൽ നടത്തി. അതെല്ലാം കേരളത്തിലെ പ്രതിപക്ഷത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമീപനവും ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ ഈ കിട്ടുന്ന അവസരങ്ങൾ മുഴുവൻ സർക്കാരിനെതിരായിട്ടുള്ള ആയുധമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് ശരിയായൊരു നടപടിയാണോ? കഴിഞ്ഞ ദിവസം അവിടെ സ്ഥലം MLA സന്ദർശിച്ചു നഗരത്തിൽ. വളരെ സന്തോഷം. അദ്ദേഹത്തിൻ്റെ A+ സർട്ടിഫിക്കറ്റും കേരളത്തിലെ ഗവൺമെൻറ്റിന് കിട്ടി. അത്രയും സന്തോഷം. എന്നിട്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞ കണക്ക് മാത്രം ആർക്കും പിടികിട്ടിയില്ല. ആകെ പണിയാൻ പോകുന്ന വീട് 410. അതിൽ കർണാടക ഗവൺമെൻറ് തന്നതായി അദ്ദേഹം പറഞ്ഞ കണക്ക് 100 വീട്. മുസ്ലിം ലീഗ് ഇവിടെയല്ല മറ്റെവിടെയോ, കോൺഗ്രസ് അല്ല, മുസ്ലിം ലീഗ് മറ്റെവിടെയോ പണിതുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കിയ വീട് 100. പിന്നെ എപ്പോഴെങ്കിലും കോൺഗ്രസ് പണിതേക്കാം എന്ന് അദ്ദേഹം കരുതുന്ന വീട് 100. അങ്ങനെ 300 വീട്. 410 സർക്കാർ പണിതത് ഇനി 110 വീട് മാത്രം. എന്തൊരു കണക്കാണ് കണക്ക്! കർണാടക ഗവൺമെൻറ് തന്ന പണം കേരളത്തിലെ ഗവൺമെൻറ് സന്തോഷത്തോടെ സ്വീകരിച്ചു. അവരുടെ പിന്തുണയ്ക്ക് നന്ദി രേഖപ്പെടുത്തി. ആ പണം പൂർണ്ണമായിട്ടും ഏതെങ്കിലും ഒരു പാർട്ടി തന്ന പണമാണ് എന്ന് കരുതാൻ പറ്റുമോ? ഈ ദുരന്തത്തിൽ, വയനാട് ദുരന്തത്തിൽ തമിഴ്നാട് സർക്കാർ കേരളത്തിന് 5 കോടി രൂപ നൽകിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ് സർക്കാർ 10 കോടി രൂപ നൽകിയിട്ടുണ്ട്. രാജസ്ഥാൻ സർക്കാർ 5 കോടി രൂപ നൽകിയിട്ടുണ്ട്. കർണാടക സർക്കാർ 100 വീടിൻ്റെ പണം തരാം എന്ന് പറഞ്ഞിരുന്നു. 50 വീടിൻ്റെ പണമായിട്ടുള്ള 10 കോടി രൂപ മാത്രം തന്നു. അതിലും സന്തോഷം. അത്രയേ പണമുള്ളുവെങ്കിൽ അതും ഞങ്ങൾ സ്വീകരിച്ചു. ഇതേതെങ്കിലും പാർട്ടി നൽകുന്ന പണമാണ് ഞങ്ങളിതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങോട്ടങ്ങ് പറയിപ്പിക്കുകയാണ്. ഇവിടെ പ്രളയമുണ്ടായി. ആന്ധ്ര സർക്കാർ 30 കോടി രൂപയാണ് കേരളത്തിന് നൽകിയത് 2018 പ്രളയത്തിൽ. ആസാം സർക്കാർ 3 കോടി രൂപയാണ് നൽകിയത്. മണിപ്പൂർ സർക്കാർ 2 കോടി രൂപയാണ് നൽകിയത്. ഇത് ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയല്ലേ? കേരളവും ഇങ്ങനെ കൊടുത്തിട്ടില്ലേ? കേരളം ഇപ്പോൾ 2019-20 ഒഡീഷയിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ 10 കോടി രൂപ നൽകി. ആസാമിൽ 2020-21 ദുരന്തമുണ്ടായപ്പോൾ 2 കോടി നൽകി. ഇപ്പോൾ 2023-24 ഹിമാചൽ പ്രദേശിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ 7 കോടി നൽകി. തമിഴ്നാട്ടിൽ 2019 ഗജ്ജ ചുഴലിക്കാറ്റുണ്ടായപ്പോൾ അതിൻ്റെ റിലീഫ് മെറ്റീരിയൽസിന് വേണ്ടി 18,86,616 രൂപ നൽകി. ഇതൊക്കെ സർക്കാരുകൾ ഒരു ദുരന്തമുണ്ടായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുന്ന കാശാണ്. അരിയത്ര എന്ന ചോദ്യത്തിന് അങ്ങാടി എന്നാണോ മറുപടി? അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ഞത്തേക്ക് എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ നെഞ്ഞത്ത് എന്തിനാണ് കയറുന്നത്? നിങ്ങൾ പണം പിരിച്ചതിൻ്റെ കണക്കില്ലെങ്കിൽ, നിങ്ങൾ പണം പിരിച്ചതിൻ്റെ കണക്ക് മുഖ്യ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതുവരെ സ്ഥലം മേടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ഗവൺമെൻറ്റിന് നേരെ കയറുന്നതിൻ്റെ പ്രശ്നം എന്താ? ഞങ്ങളാരും ഇത് പരിശോധിക്കാൻ വരുന്നില്ല. നിങ്ങൾ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിച്ച പണത്തിന് നിങ്ങളവരോട് സമാധാനം പറയാമെന്നല്ലാതെ ഞങ്ങൾക്കതിലെന്ത് കാര്യം? പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഞാൻ വെല്ലുവിളിച്ച് തന്നെ സൂചിപ്പിക്കട്ടെ. കേരളത്തിലെ ഗവൺമെൻറ്റിനോട് ഗവൺമെൻറ് ഭൂമി നൽകാത്തതിൻ്റെ പേരിലാണ് നിർമ്മാണ പ്രവർത്തനം നടത്താത്തത് എന്ന് പറഞ്ഞാൽ അത് ശുദ്ധമായ കളവാണ്. കേരളത്തിലെ ഗവൺമെൻറ്റിനോട് ഭൂമി ഞങ്ങൾക്ക് വീട് പണിയാൻ തരണം എന്ന് ഒരാളും ആവശ്യപ്പെട്ടിട്ടില്ല, രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടില്ല. എവിടെയെങ്കിലും പൊതുസമ്മേളനം നടത്തി പ്രസംഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിലെ ഗവൺമെൻറ്റിനോട് ഭൂമി ഞങ്ങൾക്ക് തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരാളും രേഖാമൂലം അങ്ങനെ ഒരു പരാതി നൽകിയിട്ടില്ല. 100-ൽ കൂടുതൽ ആളുകൾക്ക് പണിയുന്ന വീടുകളുടെ സ്പോൺസർമാരുമായി ബന്ധപ്പെട്ട യോഗത്തിൽ കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും സ്ഥലം MLAയും എല്ലാം പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അവരെ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ 2ആണ്. അന്ന് 25 ലക്ഷം രൂപ എന്ന് പറഞ്ഞിരുന്നത് കുറയ്ക്കാമോ, 5 സെൻറ്റ് എന്ന് പറഞ്ഞത് കൂട്ടാമോ, 2ലും സർക്കാർ തീരുമാനമെടുത്തു. അവിടെ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ 25 ലക്ഷം രൂപ വരെ ചെലവ് വരുമെങ്കിലും 20 ലക്ഷം രൂപ സ്പോൺസർമാർ അടച്ചാൽ മതി, ബാക്കി പണം സർക്കാർ എടുക്കാം എന്ന് സർക്കാർ തീരുമാനിച്ചു.
5 സെൻറ്റ് ഭൂമി വെച്ചാണ് കൊടുക്കുന്നത്, അത് വർദ്ധിപ്പിക്കാമോ എന്ന പ്രശ്നം വന്നപ്പോൾ 7 സെൻറ്റ് ഭൂമിയായി അത് വർദ്ധിപ്പിക്കാം എന്ന് സർക്കാർ ഉറപ്പ് നൽകി. ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന ഉറപ്പാണ്. ആ ഉറപ്പല്ലാതെ സർക്കാരിനോട് ഭൂമി ആവശ്യപ്പെട്ടത് കൊണ്ടാണ് വീട് പണിയാത്തത് എന്ന് പറഞ്ഞാൽ അത് ശുദ്ധമായിട്ടുള്ള കളവാണ്. കേരളത്തിലെ ഗവൺമെൻറ് തന്നെ ഭൂമി പണം കോടതിയിൽ കെട്ടിവെച്ച് കേസ് പറഞ്ഞു മേടിച്ചതാണ്. പണം കോടതിയിൽ കെട്ടിവെച്ച് കേസ് പറഞ്ഞ് ഭൂമി മേടിച്ച സർക്കാരിനോട് പിന്നെ ഞങ്ങൾ ഭൂമി ആവശ്യപ്പെട്ടിട്ട് തന്നില്ല എന്നൊക്കെ പറയുന്നത് ഉത്തരം മുട്ടുമ്പോഴുള്ള ചില നടപടിക്രമങ്ങൾ മാത്രമാണ്. ഞങ്ങൾ ഇത്തരം അപവാദ പ്രചരണങ്ങളെയോ ഇത്തരം ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റിദ്ധാരണകളെയോ ഒരു കാരണവശാലും ഭയക്കുന്നില്ല. പക്ഷെ ഞങ്ങളുടെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഏതെങ്കിലും തരത്തിലുള്ള കേവല താല്പര്യങ്ങൾക്ക് വേണ്ടി വയനാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിൽ ആശങ്ക പടർത്താവുന്ന ഒരു നടപടിയും സ്വീകരിക്കാൻ പാടില്ല എന്നെല്ലാവരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ജനുവരി ഡിസംബർ അവസാനം വരെ ജീവനോപാധി കൊടുത്ത സംഖ്യ പുതിയ വീട് നിർമ്മിച്ച് കയറിപ്പോകും വരെ, ജീവനോപാധിയാണ് അതിലെ വിഷയം, ജോലി കിട്ടും വരെയാണ് അതിൻ്റെ സഹായം എന്നൊക്കെയാണ് യാഥാർത്ഥ്യമെങ്കിലും 9,000 രൂപ എന്നുള്ളത് അവിടെയുള്ള ജനങ്ങൾക്കൊരു ആശ്വാസമാണ് എന്നുള്ളത് കൊണ്ട് ജനുവരി മാസത്തിൽ കൊടുക്കേണ്ട സംഖ്യ ജനുവരി മാസത്തിൽ തന്നെ കേരളത്തിലെ ഗവൺമെൻറ് കൊടുത്തു തുടങ്ങും. അതിലൊരു ആശങ്കയും വേണ്ട. കേരളത്തിലെ ഈ ലിസ്റ്റിൽപ്പെട്ട ആളുകൾക്ക് അവരവരുടെ വീടുകളിലേക്ക് പോകും വരെ വാടകയിൽ ഒരു കുറവും വരില്ല. കച്ചവടക്കാർക്കുള്ള നഷ്ടപരിഹാരം കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഗവൺമെൻറ് കൊടുക്കും. ഇതാണ് വസ്തുത എന്നിരിക്കെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ മാധ്യമ സുഹൃത്തുക്കൾക്കുണ്ടെങ്കിൽ അത് തിരുത്താൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം